ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ഹോം സയൻസിലെ തേർഡ് മോഡ്യൂള് ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ഗുഡ് ന്യൂട്രീഷൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷൻ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട കാര്യം ഹെൽത്ത് എന്താണ്. നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ന്യൂട്രിയൻസിന് ഇൻടേക്ക് ചെയ്യുന്നത്. സോ WHO ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നുള്ളതാണ്. ഓക്കെ, and not merely the absence of disease or infirmity. അസുഖം ഇല്ല എന്നുള്ളതല്ല, എന്താണ് മെന്റലായിട്ടും സോഷ്യലായിട്ടും ഫിസിക്കലായിട്ടും ഒരു വ്യക്തിയുടെ വെൽബീയിങ് ആണ്. ദെൻ ഹെൽത്തിൻ്റെ ഡയമെൻഷൻസ് നോക്കുമ്പോൾ ഫിസിക്കൽ ഡയമെൻഷൻ ഉണ്ട്, മെന്റൽ ഡയമെൻഷൻ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ദെൻ സ്പിരിച്വൽ ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഇമോഷണൽ ഉണ്ട്, വൊക്കേഷണൽ ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുഡ് ഈസ് ദാറ്റ് വിച്ച് നറിഷസ് ദ ബോഡി. So food may also be defined as anything eaten or drunk which meets the need for energy, body building, regulation and protection of the body. In short, food is the raw material by which our bodies are made. Food provides nutrition ഫോർ അവർ ബോഡി. അപ്പോൾ നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നത്. ഓക്കെ, then nutrition is defined as a food at work in the body. Nutrition includes everything that happens to food from the time it is taken in until it is used for various functions in the body. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വായിൽ വെക്കുന്ന സമയം മുതൽ അതിന് എന്തൊക്കെ പ്രോസസ്സ് ബോഡിയിൽ നടക്കുന്നുണ്ടല്ലേ, ആ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് എന്തൊക്കെ ഫങ്ഷൻ അത് ബോഡി ചെയ്യുന്നുണ്ട്, അതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇൻ സിമ്പിൾ ടേംസ് ന്യൂട്രീഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫേറ്റ് ഓഫ് ഫുഡ് ഇൻ അവർ ബോഡി. അല്ലേ, ഇപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിന് നമ്മുടെ ബോഡിക്കകത്തുള്ള വിധിയാണ് എന്നാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? In a broader sense, nutrition is defined as the combination of process by which the living organism receives food, digests, absorbs and utilizes its content for growth, maintenance and repair of the body. So this includes a balanced amount of all the varieties of nutrients. അപ്പോൾ ഫുഡിന് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും എന്ന് പറയുന്നത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്താണ്, നമ്മൾ ഫുഡിൽ നിന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഒപ്റ്റിമം ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ടേമുണ്ട്. When all essential substances or nutrients are present in the correct proportion as required by our body, the person is said to be at optimum nutrition. അല്ലേ, അപ്പം ഒരു വ്യക്തിക്ക് അയാളുടെ ബോഡി ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ഉള്ളപ്പം അതിന് എന്ത് പറയുന്നു, അത് ഒപ്റ്റിമം ന്യൂട്രീഷൻ ആണെന്ന് പറയുന്നു. ഒപ്റ്റിമം ന്യൂട്രീഷൻ പ്രൊവൈഡ്സ് ഹെൽത്ത്, ഹാപ്പിനെസ്, എഫിഷ്യൻസി ആൻഡ് ലോങ്വിറ്റി. ദ സയൻസ് ഓഫ് ഒപ്റ്റിമം ന്യൂട്രീഷൻ അല്ല, അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി എന്താണ് ന്യൂട്രിയൻ ഒരു വ്യക്തിക്ക് ഒപ്റ്റിമം ആണെന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഹൈറ്റ് ഫോർ ഏജ് അല്ല, ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ടായിരിക്കും. വെയിറ്റ് ഫോർ ഹൈറ്റ് ആൻഡ് ഏജ്, ക്ലിയർ കോംപ്ലക്ഷൻ, fresh and lively skin, healthy hair, healthy pink nails, correct posture, correct gait, inquisitive and alert eyes, good appetite, proper bowel evacuation, emotional maturity, self-confidence, pleasing personality, optimism in life and overall health. അല്ലേ, അപ്പം നമുക്ക് ഒപ്റ്റിമിസം ഇല്ലാത്തത് നമ്മുടെ ഫുഡ് റെഡി അല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ. Okay, then if this optimal nutrition is not achieved, it will lead to ill health. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗുഡ് ന്യൂട്രീഷൻ എന്താണെന്നുള്ള കഴിഞ്ഞു. അപ്പോൾ ന്യൂട്രീഷൻ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗുഡ് ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോകും. സോ നെക്സ്റ്റ്, malnutrition. Malnutrition means an undesirable kind of nutrition leading to ill health.
അപ്പം മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ന്യൂട്രീഷൻ ഇല്ല അല്ലേ, അത് കാരണം എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇൽ ഹെൽത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നില്ല, എന്ത് ചെയ്യുന്നു, കുറച്ച് ഷോർട്ടേജ് ഒക്കെ വരുന്നത്, അതിനെയാണ് നമ്മൾ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ അത് നമുക്ക് വേണ്ട അളവിൽ അധികമായിട്ട് ന്യൂട്രീഷൻസ് കിട്ടുന്നു, അതും എന്താണ്, അൺഡിസൈറബിൾ ആയിട്ട് കൂടിയാലും കുറഞ്ഞാലും അത് മാൽ ന്യൂട്രീഷനായിട്ട് വരും. Malnutrition results from a lack, excess or imbalance of nutrients in the diet. It includes undernutrition and overnutrition അല്ലെ. അപ്പോൾ ന്യൂട്രീഷൻ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും അതിന് എന്തെന്ന് പറയുന്നു? മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നു. Undernutrition is the state of an insufficient supply of essential nutrients. അപ്പം അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അവിടെ ന്യൂട്രിയൻസിന്റെ കുറവുണ്ടാവുന്നു. ഓവർ ന്യൂട്രീഷൻ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്സസീവ് ഇൻടേക്ക് ഓഫ് വൺ ഓർ മോർ ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, സോ ദാറ്റ് ഇൻറ്റൻ ക്രിയേറ്റ് സ്ട്രെസ് ഇൻ ദ ബോഡി ഫങ്ഷൻ. അപ്പം കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ബോഡിയുടെ ഓരോ അവയവങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഹൗ ടു വർക്ക് മോർ അല്ലേ. അപ്പം അതെന്ത് ചെയ്യുന്നു? ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇനി നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, സോഴ്സസ്, ഡെഫിഷ്യൻസി. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. സോ ന്യൂട്രിയൻസ് ആർ കമ്പോണൻസ് ഓഫ് ഫുഡ് ദാറ്റ് ആർ നീഡഡ് ബൈ ദ ബോഡി ഇൻ അഡിക്വേറ്റ് അമൗണ്ട്സ് in order to grow, reproduce and lead a normal healthy life. Nutrients are defined as the constituents of food which helps to perform the functions of the body. Okay, nutrients are components of food that are needed by the body in adequate amounts in order to grow, reproduce and lead a normal healthy life. So there are two basic groups of nutrients that the body needs to function. They are micronutrients and macronutrients. അപ്പോൾ ന്യൂട്രിയൻസ് രണ്ട് കാറ്റഗറിയാണ്, മൈക്രോ ആൻഡ് മാക്രോന്യൂട്രിയൻസ്. Some nutrients are required in relatively large amounts, hence they are called macronutrients. ചില ന്യൂട്രിയൻസ് എന്താണ് നമ്മുടെ ബോഡിക്ക് വലിയ അളവിൽ ആവശ്യമുണ്ട്, അവരെ നമ്മൾ macronutrients എന്ന് പറയുന്നത്. Some nutrients are required in small amounts, hence they are called micronutrients. Each of these types has very important and specific functions. Carbohydrates, proteins and fats are macronutrients and vitamins and minerals are micronutrients. ഓക്കെ, അപ്പം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഇതൊക്കെ എന്താണ് നമ്മുടെ ബോഡിക്ക് വലിയ അളവിൽ ആവശ്യമുണ്ട്. സോ ദേ ആർ മാക്രോ ന്യൂട്രിയൻസ്. ദെൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നീഡഡ് ഇൻ അവർ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. സോ ദേ ആർ മൈക്രോ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻ കോമ്പോസിഷൻ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ടാബുലേറ്റഡ് ഇൻ ദിസ് ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ 62%, മാനിൽ, വിമണിൽ 54 ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ 17 ഇൻ മാനും 15% ഇൻ വിമണാണ് ടോട്ടൽ പെർസെൻറ്റേജ് വരുന്നത്. ദെൻ ഫാറ്റ്സ് 14, 25 ആണ്. മിനറൽസ് 6% ആൻഡ് 5% റെസ്പെക്റ്റീവ്ലി. ദെൻ കാർബോഹൈഡ്രേറ്റ്സ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എത്ര വേണം? 1%. മെല്ലിനും വിമണിനും കാർബോഹൈഡ്രേറ്റ്സ് വേണം. സോ വൈറ്റമിൻസ് നെഗ്ലിജിബിൾ അമൗണ്ട്സിൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയുടെ 54% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെള്ളമാണ്. ഓക്കെ, കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോട്ടീനാണ്. ഓക്കെ, സോറി ഫാറ്റ് ആണ് കേട്ടോ. ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ 25%. അത് കഴിഞ്ഞ് വാട്ടർ കഴിഞ്ഞ് 25% ഫാറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, carbohydrates are the main component of our food. Carbohydrates occur abundantly in nature. Plants manufacture carbohydrates
through a process called photosynthesis. അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നു. ഏത് വഴി? ഫോട്ടോസിന്തസിസ് വഴി. Carbohydrates form the principal constituent of most of the normal diet. അപ്പം നമ്മുടെ ഡയറ്റിൽ എന്താണ് കൂടുതൽ മെജോറിറ്റി കമ്പോണന്റ് എപ്പോഴും എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആവാറുള്ളത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനർജി സോഴ്സ് അല്ലേ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആർ മെയിൻലി പ്രസന്റ് ഇൻ പ്ലാന്റ് ഫുഡ് വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് like glycogen in muscles, lactose in milk, and ribose in animal cells. So carbohydrates ആണ് എന്ത് പ്ലാന്റ്സിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മസിൽസിൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ്. ദെൻ മിൽക്കിൽ വരുന്നത് എന്താണ്? ലാക്ടോസ് ആണ്. ആനിമൽ സെൽസിൽ റൈബോസുമാണ് വരുന്നത്. ഓക്കെ, സോ പ്ലാന്റ് ഫുഡിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. എന്നാൽ തന്നെ എന്താണ്? പാലിലും എന്താണ്? അനിമൽ സെൽസിലും മസിൽസിലും ഒക്കെ എന്ത് സാധനമുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആർ സിമ്പിൾ ഷുഗേഴ്സ് ഓർ എ കോമ്പൗണ്ട് ഫോർമഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ ഷുഗേഴ്സ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഷുഗർ ആവാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ആവാം. ഓക്കെ, എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ ഷുഗേഴ്സ്. അപ്പൊ സിമ്പിൾ ഷുഗർ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുന്നത്. There are many carbohydrates, all of which are compounds of hydrogen, oxygen and carbon, but only a few of these are important. So അപ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഉള്ളത്. സോ കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് ആർ കെമിക്കലി നോൺ as സാക്രൈഡ്സ്. കെമിക്കലി എന്താണ്? അവർ സാക്രൈഡ്സ് എന്നാണ് കാർബോഹൈഡ്രേറ്റ്സ് അറിയപ്പെടുന്നത്. ദ ഗ്രീക്ക് വേർഡ് സാക്കറോൺ മീൻസ് ഷുഗർ, ഹെൻസ് ദേ ആർ സാക്രൈഡ്സ്. ഓക്കെ, ഗ്രീക്ക് വേർഡ് എന്താണ്? സാക്രൈഡ്സ് വന്നിട്ടുള്ളത്. സാക്രോൺ എന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? ഷുഗർ എന്നാണ്. കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫോം എ സാക്രൈഡ് ഗ്രൂപ്പ്. അപ്പൊ ഇത് മൂന്നും കൂടി ചേർന്നാണ് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ എന്താവുന്നുണ്ട്? ഒരു സാക്രൈഡ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് 1:2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവർ ഫോം ചെയ്തത്. ഓക്കെ, കാർബണും ഓക്സിജനും 1ഉം ഹൈഡ്രജൻ 2. ഓക്കെ, then carbohydrates are classified based on the number of saccharide groups in them. They are monosaccharides, disaccharides and polysaccharides. അങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള സാക്രൈഡ് ഗ്രൂപ്പ് അല്ലെ. സാക്രൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്രൂപ്പ്. അപ്പോൾ ഒരു എന്താണ് എത്ര ഗ്രൂപ്പ് ഉണ്ടല്ലേ, എത്ര എന്താണ് സാക്രൈഡ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മോണോസാക്രൈഡ് ഉണ്ട്, ഡൈസാക്രൈഡ് ഉണ്ട്, പോളിസാക്രൈഡ് ഉണ്ട്. മോണോസാക്രൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് monosaccharides are the simplest form of carbohydrates which cannot be hydrolyzed to simpler compounds. അപ്പോൾ മോണോസാക്രൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിൾ. ഇതിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രോലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതീമും നമുക്ക് അതിന് സിമ്പിൾ ആക്കാനായിട്ട് പറ്റത്തില്ല. All carbohydrates should be reduced to this form for absorption and utilization. അപ്പം എല്ലാ കാർബോഹൈഡ്രേറ്റും ഇപ്പം നമ്മൾ പറഞ്ഞ പോളിസാക്രൈഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ കുഞ്ഞു കുഞ്ഞു കമ്പോണന്റ് നമ്മുടെ ബോഡി ഡിവൈഡ് ചെയ്ത് എന്താണ് നമ്മൾ മോണോസാക്രൈഡ് ആയതിനു ശേഷമാണ് നമ്മുടെ ബോഡിക്ക് അതിനെ അബ്സോർബ് ചെയ്യാനും യൂട്ടിലൈസ് ചെയ്യാനും കഴിയുന്നത്. The monosaccharides of nutritional importance are glucose, fructose and galactose. ഓക്കെ, അപ്പം നമ്മൾ മോണോസാക്രൈഡിന്റെ എക്സാമ്പിൾ നോക്കുകയാണ്. എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്. ഓക്കെ, ദെൻ ഗ്ലൂക്കോസ് ഈസ് ഓൾസോ കാൾഡ് ഡെക്സ്ട്രോസ് ഓർ ഗ്രേപ്പ് ഷുഗർ. ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെക്സ്ട്രോസ് എന്നും ഗ്രേപ്പ് ഷുഗർ എന്നും അറിയപ്പെടുന്നുണ്ട്. It is the carbohydrate currency of the body. ബോഡിക്ക് എന്താ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? അത് ഗ്ലൂക്കോസ് ആണ്. ഓക്കെ,
ഗ്ലൂക്കോസ് ക്യാൻ ഈസിലി ബി ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ്. അപ്പം ഗ്ലൂക്കോസിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഡൈജസ്റ്റ് ചെയ്യാനും അതിനെ അബ്സോർബ് ചെയ്യാനും എളുപ്പമാണ്. സ്വീറ്റ് ഫ്രൂട്ട്സ് കണ്ടൈനിങ് ഗ്ലൂക്കോസ് അല്ലെ. അപ്പം നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകളിലൊക്കെ എന്തുണ്ട്? അതിനകത്തൊക്കെ ഗ്ലൂക്കോസ് ഉണ്ട്. ഓക്കെ. വെജിറ്റബിൾസ് ലൈക്ക് സ്വീറ്റ് കോൺ, ക്യാരറ്റ്സ്, അനിയൻ എക്സെട്ര ആൻഡ് ഹണി ആൾസോ കണ്ടൈൻ ഗ്ലൂക്കോസ്. അപ്പം ക്യാരറ്റ്, അനിയൻ, കോൺ ഇതിലൊക്കെ എന്തുണ്ട്? നമ്മുടെ ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ. A normal healthy person has 80 to 100 mg of microgram of glucose in 100 ml of blood. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉണ്ടാവും ഗ്ലൂക്കോസ്? 80 to 100 mg ആണ് ഉണ്ടാകുന്നത്. ഓക്കെ. സോ രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം ഫ്രക്ടോസ്. ഇതൊക്കെ മോണോസാക്കറൈഡ് ആണേ. സോ മോണോസാക്കറൈഡ് നമുക്ക് എന്താണ് ഓർമ്മിക്കാൻ എളുപ്പത്തിൽ GFG എന്ന് വെക്കാം. ഓക്കെ. GFG ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് മോണോസാക്കറൈഡ് ആണ്. നമ്മൾ ഗ്ലൂക്കോസ് ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു ഫ്രക്ടോസ്. ഫ്രക്ടോസ് ഈസ് ഓൾസോ കാൾഡ് ലെവുലോസ് ഓർ ഫ്രൂട്ട് ഷുഗർ. ഓക്കെ. നമ്മൾ ഗ്ലൂക്കോസ് ഡെക്സ്ട്രോസ് ഓർ ഗ്രേപ്പ് ഷുഗർ ആയിരുന്നു. ദെൻ ഫ്രക്ടോസ് ഈസ് ഓൾസോ കാൾഡ് ലെവുലോസ് ഓർ ഫ്രൂട്ട് ഷുഗർ. It is sweeter than glucose. Fructose is readily absorbed in the body. It is found in honey and ripe fruits. Okay. ഹണിയിലും ripe fruitsലും എന്തുണ്ട്? ഫ്രക്ടോസ് ഉണ്ട്. Then galactose. Galactose, another monosaccharide, is not present freely in nature, but it's widely distributed in the combined state. Lactose, the sugar present in milk, is a compound of glucose and galactose. ഗാലക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ളതല്ല, വൈഡ്ലി കാണുന്നതല്ല. സോ ലാക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ അല്ലേ, മിൽക്കിനകത്തുള്ള ഷുഗറാണ് ഈ ലാക്ടോസ് എന്ന് പറയുന്നത്. ഈ ലാക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെയും ഗാലക്ടോസിന്റെയും കോമ്പിനേഷനാണ് ആരെന്ന് പറയുന്നത്? ലാക്ടോസ്. ഓക്കെ. പാലിനകത്തുള്ള ലാക്ടോസ് എന്ന് പറഞ്ഞ ഷുഗർ എന്താണ്? ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, രണ്ട് ജികളുടെ കോമ്പിനേഷൻ ആണ് ലാക്ടോസ്. ക്ലിയർ? നമ്മൾ മോണോസാക്കറൈഡ് കഴിഞ്ഞു നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് ഡൈസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ് ആർ ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് 2 monosaccharides with the elimination of 1 molecule of water. എന്ത് ചെയ്യുന്നു? 2 മോണോസാക്കറൈഡ് ജോയിൻ ചെയ്ത് 1 മോളിക്യൂൾ ഓഫ് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡൈസാക്കറൈഡ്സ് ഫോം ചെയ്യുന്നത്. They split into simple sugars by acid hydrolysis or digestive enzymes to be absorbed in the body. So ഇത് ആവശ്യമുള്ള കാര്യമല്ല. Okay. The disaccharides of nutritional importance are sucrose, maltose and lactose. Okay. അപ്പോൾ ഡൈസാക്കറൈഡ്സിനകത്ത് വരുന്ന 3 സംഭവങ്ങൾ ആരൊക്കെയാണ്? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഓക്കെ. സൂത്രകാരനായ ഒരു മുയലും ലാക്ടോസ്. ഓക്കെ. സോ ഡൈസാക്കറൈഡ്സിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഓക്കെ. Then so sucrose is also known as invert sugar. Invert sugar എന്നറിയപ്പെടുന്ന ആരാണ്? sucrose ആണ്. SI. Okay. SI. Sucrose is also known as invert sugar. This is manufactured in large scale from sugar cane or beetroot. അപ്പോൾ ബീട്രൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? സൂക്രോസ് ആണ്. അല്ലെങ്കിൽ ഷുഗർ കെയിനിൽ നിന്നും ബീട്രൂട്ടിൽ നിന്നും എന്താണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ് എന്ന് പറയുന്നത് സൂക്രോസ് എന്ന് പറയുന്നത്. മെനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കണ്ടെയ്ൻ സ്മോൾ അമൗണ്ട്സ് ഓഫ് സൂക്രോസ്. ദിസ് ഈസ് ദി കോമൺ ഫോം ഓഫ് ഷുഗർ ഇൻ അവർ ഡയറ്റ്. അപ്പോൾ നമ്മുടെ ഡയറ്റിനകത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ഷുഗറിന്റെ ഫോം ഏതാണ്? അത് സൂക്രോസ് ആണ്. സൂക്രോസ് ഒരു ഡൈസാക്കറൈഡ് ആണ്. വേറെ ഏതൊക്കെയുണ്ട് ഡൈസാക്കറൈഡ്സ്? മാൾട്ടോസ്, ലാക്ടോസ്. ഓക്കെ. ക്ലിയർ? അടുത്തത് മാൾട്ടോസ്. Maltose is sugar formed in cereal grains during germination. It is also known as malt sugar. Malt sugar എളുപ്പമാണല്ലോ. Then ജെർമിനേഷനകത്ത് സെറിയൽസിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? മാൾട്ടോസ് കാണപ്പെടുന്നുണ്ട്.
Then lactose is also known as milk sugar. As it is found in the milk of mammals, lactose can be added to the diet to increase the calorie amount. നമുക്ക് ലാക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അനിമൽസിന്റെ മിൽക്കിൽ നിന്ന് കിട്ടുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കലോറി എമൗണ്ട് കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു, ലാക്ടോസ് എടുക്കുന്നു. അടുത്തത് പോളിസാക്രൈഡ്സ്. പോളിസാക്രൈഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി യൂണിറ്റ്സ് ഓഫ് മോണോസാക്രൈഡ്സ് അല്ലെ. ഒരുപാട് മോണോസാക്രൈഡ് ചേരുമ്പോൾ എന്ത് ഉണ്ടാവുന്നു, പോളിസാക്രൈഡ് ഫോം ചെയ്യുന്നു. ദ മെജോറിറ്റി ആർ ഇൻസോളബിൾ ഓർ ഓൺലി സ്ലൈറ്റ്ലി സോളബിൾ ഇൻ വാട്ടർ. അപ്പം പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ എന്താണ് ഇൻസോളബിൾ, അല്ലെങ്കിൽ എന്താണ് ചെറുതായിട്ട് മാത്രം വെള്ളത്തിൽ അലിയുന്ന എന്താണ് ഷുഗേഴ്സ് ആണ്. Some of the nutritionally important polysaccharides are starch, dextrine, glycogen, and dietary fiber. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പോളിസാക്രൈഡ്സ് ആണ്. ഇതിനകത്ത് വരുന്നത് ഡെക്സ്ട്രൈൻസ്, ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, ഡയറ്ററി ഫൈബേഴ്സ്. Starch is found in the plant kingdom. Starch is composed of several hundreds of glucose units linked together into a complex structure. The important source of starch are cereals, millets, roots, and tubers. അപ്പം സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ഗ്ലൂക്കോസ് യൂണിറ്റുകൾ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാർച്ച് ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് സെറിയൽസ്, മില്ലറ്റ്സ്, റൂട്ട്സ്, ട്യൂബേഴ്സ് അല്ലേ. അപ്പം നമ്മൾ പറയും ഷുഗറൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അല്ലേ. കാരണം എന്താ, അതിനകത്ത് ഒരുപാട് സാക്രൈഡ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലേ, ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ അടുത്തത് ഡെക്സ്ട്രൈൻസ്. Dextrins are a group of substances formed during the breakdown of starch to maltose during the process of digestion in human body or in the germination of seeds or during some of the process in cooking. ഇനി ഡെക്സ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ ഫുഡ് കഴിക്കുമല്ലേ, ആ ഫുഡിൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ മൂലമാണ് ഈ ഡെക്സ്ട്രൈൻസ് ഫോം ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് ഡെക്സ്ട്രൈൻസ് ഫോം ചെയ്യുന്നത്. ഗ്ലൈക്കോജൻ ഈസ് എ റിസർവ് കാർബോഹൈഡ്രേറ്റ് ഫൗണ്ട് ഇൻ ലിവർ ആൻഡ് മസിൽസ് ഓഫ് ആനിമൽസ് ആൻഡ് മാൻ. ഇപ്പം ഗ്ലൈക്കോജൻ നമ്മുടെ ബോഡിയിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഗ്ലൈക്കോജൻ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ റിസർവ് ഫോമാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിവറിലും മസിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സംടൈംസ് കാൾഡ് അനിമൽ സ്റ്റാർച്ച് എന്നും അറിയപ്പെടുന്നു ഗ്ലൈക്കോജൻ. ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ഗ്ലൂക്കോസ് ടു യൂസ് ബൈ ബോഡി. അപ്പോൾ ബോഡിക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യും, ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ബോഡി ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഗ്ലൈക്കോജൻ ഈസ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഗ്ലൈക്കോജൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലൈക്കോജൻ ഈസ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. അപ്പം ഒരുപാട് ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ കണ്ടൻസേഷനിലാണ് ഗ്ലൈക്കോജൻ ഫോം ചെയ്യുന്നത്. ദെൻ ഡയറ്ററി ഫൈബേഴ്സ്. പോളിസാക്രൈഡിൻ്റെ ഒരു കണ്ടന്റ് ആണ് ഡയറ്ററി ഫൈബേഴ്സ്. ഡയറ്ററി ഫൈബേഴ്സ് ആർ പോളിസാക്രൈഡ്സ് ലൈക്ക് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻസ്, ഗംസ്, മ്യൂസിലേജസ് ആൻഡ് ആൽഗൽ സബ്സ്റ്റൻസസ് ആൻഡ് ലിഗ്നൻസ്. അപ്പോൾ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ സെല്ലുലോസ് ആണ് ഫൈബറിന് എക്സാമ്പിൾ വരുന്നത്. ഹെമിസെല്ലുലോസ്, പെക്റ്റിൻസ്, കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്തുള്ള ഓരോ കമ്പോണന്റ് എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാവേ. സെല്ലുലോസ് is a polysaccharide made up of glucose, which is an insoluble, indigestible form of carbohydrate, but it provides bulk to the diet and helps bowel movements. അപ്പോൾ നമ്മുടെ ബവൽ മൂവ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സെല്ലുലോസ് എന്ന് പറഞ്ഞ ഒരു പോളിസാക്രൈഡ് ആണ്. പിന്നെ ഹെമിസെല്ലുലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെറീൽസ്, ഹോൾ ഗ്രെയിനിലൊക്കെ കാണപ്പെടുന്നതാണ് ഹെമിസെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, വെജിറ്റബിൾസിലും ഗ്രെയിൻസിലൊക്കെ കാണപ്പെടുന്നതാണ് ഹെമിസെല്ലുലോസ് എന്ന് പറഞ്ഞ ഐറ്റം.
ദെൻ പെക്റ്റിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്താ ന്യൂട്രീഷണൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ജാം ആൻഡ് ജെല്ലീസ്. അതിനകത്തൊക്കെ വരുന്നത് ആപ്പിൾസ് ആൻഡ് സിട്രസ് ഫ്രൂട്ട്സ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പെക്റ്റിൻ. ആപ്പിളിനകത്തും സിട്രസ് ഫ്രൂട്ടിനകത്തും എന്തുണ്ട്? പെക്റ്റിൻ ഉണ്ട്. ഓക്കെ, ഗംസ് ആർ ഫൗണ്ട് ഇൻ ഓട്ട്മീൽ, ഡ്രൈഡ് ബീൻസ് ആൻഡ് ലെഗ്യൂംസ്. അതിനകത്തൊക്കെ എന്താണ്? ഗംസ് ഉണ്ട്. സോ സ്റ്റെബിലൈസേഴ്സിനകത്തും തിക്കനേഴ്സിനകത്തും എന്തുണ്ട്? മ്യൂസിലേജും ആൽക്കൽ സബ്സ്റ്റൻസസും ഉണ്ട്. ലിഗ്നിൻസ് എവിടെയാണ്? ഹോൾ വീറ്റ്, പീച്ച്, പിയർ, പ്ലം, മെച്ചുർ വെജിറ്റബിൾസിനകത്തൊക്കെ എന്തുണ്ട്? ലിഗ്നിൻസ് ഉണ്ട്. സോ ഇത്രയാണ് പോളിസാക്കറൈഡിനകത്ത് വരുന്ന കണ്ടന്റുകൾ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. എന്തിനാണ് നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യമാണ്? സിലബസിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എന്താണ്, ഇത്രയും കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നോക്കാം. The most important function of carbohydrate is to supply energy for the body. 1 gram of carbohydrate provides 4.3 kilocalories of energy. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാർബോഹൈഡ്രേറ്റ് എന്താണ്? ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിയിൽ 4.3 കിലോ കലോറി എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. Carbohydrates have a protective and detoxifying action on the liver. Toxic substances produced by bacterial action are removed from the liver by glycogen. അപ്പോൾ നമ്മൾ ഗ്ലൈക്കോജൻ നമ്മുടെ ലിവറിൽ സംഭരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്ലൈക്കോജൻ എന്ത് ചെയ്യും? നമ്മുടെ ലിവറിനുള്ള ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Carbohydrates is used by heart for muscular activities. Okay, glycogen stored in the heart muscle is used for this purpose, especially in an emergency. So, അപ്പോൾ നമ്മുടെ ഹാർട്ട് മസിൽസിന്റെ എന്താണ് ഹെൽത്തിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് മസിൽസിൽ സ്റ്റോർ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്? എമർജൻസി സിറ്റുവേഷൻസിന് ഹാർട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് മസ്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത്, എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ് ഈസ് എസെൻഷ്യൽ ഫോർ നെർവസ് ടിഷ്യൂസ് ടു ഫങ്ഷൻ നോർമലി. Protein is another important nutrient in our body with special functions. If enough carbohydrate is not present in the diet, then protein is used for energy purpose. This function of carbohydrate to spare protein for energy purpose is known as protein sparing action. സോ കാർബോഹൈഡ്രേറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മുടെ ബോഡിക്കകത്ത് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ്റെ ലഭ്യത കുറയുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ കാർബോഹൈഡ്രേറ്റ് ഒരു സ്പെയർ പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് പറയുന്നു? പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ആർക്കുണ്ട്? കാർബോഹൈഡ്രേറ്റിന് ഉണ്ട്. ഓക്കെ, carbohydrates is used by the body in the synthesis of non-essential amino acids. അപ്പോൾ non-essential amino acids സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യകത ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്. എക്സസ് കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ഫാറ്റ്. അപ്പം ഒരുപാട് കാർബോഹൈഡ്രേറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Carbohydrates provides flavor and variety to the diet. It also retains water content in the colon. Cellulose adds bulk to the diet. So, നമുക്കിനി കാർബോഹൈഡ്രേറ്റ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സസും ഇത് നോക്കാം. സെറീൽസിലുണ്ട് മില്ലറ്റ്സ്, ഷുഗർ, ജാഗറി, റൂട്ട്സ്, ട്യൂബേഴ്സ്, പൾസസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും നോക്കാം. നമ്മൾ ഡെയിലി ലൈഫിൽ ഇന്ന് നമ്മൾ ചായ കുടിക്കില്ല. അപ്പം ചായയിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്, പിന്നെ ശർക്കര. സോ ദെൻ റൂട്ട്സ്, ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിലെല്ലാം പൾസസ്, ഡ്രൈഡ് ഫ്രൂട്ട്. ഓക്കെ, പൾസസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, അതൊക്കെ എന്തുണ്ട്?
കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. സെറിയൽസ് മില്ലറ്റ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത് അല്ലേ. സെറിയൽസിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പം കാർബോഹൈഡ്രേറ്റ് ഫുഡാന്ന് പറയില്ലേ. ഓക്കെ, സെറിയൽസ് മില്ലറ്റ്സ്, അപ്പോൾ ചോറ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർത്തിരിക്കുക. സെറിയൽസ് മില്ലറ്റ്സ് ഷുഗർ ജാഗറി റൂട്ട്സിലൊക്കെ എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അടുത്തത് പ്രോട്ടീൻ. The term protein is derived from the Greek word proteos, meaning to take the first place. Okay, ഒരു ഗ്രീക്ക് വേർഡാണ്. സോ അതിൻ്റെ മീനിങ് എന്ന് പ്രോട്ടിയോസ് എന്നുള്ള വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ദ ഫസ്റ്റ് പ്ലേസ് അല്ലേ, ഫസ്റ്റ് അടിക്കാൻ വന്ന ആളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. Okay, proteins play a significant role in all activities of living organisms. It is present everywhere in our body. Proteins are present in our skin, hair, nails, muscles, skeleton, cells, and in our body fluids. ഇതൊരു പുതിയ അറിവാണ് അല്ലേ, പ്രോട്ടീൻസ് നമ്മുടെ സ്കിന്നിലും നെയിലും ഹെയറിലും ഒക്കെ ഉള്ളത്. Then proteins are made up of units that are amino acids in various proportions and arrangements. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, അമിനോ ആസിഡ്സ് കൊണ്ടാണ് അല്ലേ. അതിൻ്റെ പ്രൊപ്പോർഷൻസും അറേഞ്ച്മെന്റ്സും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. They include carbon, hydrogen, oxygen, nitrogen and sulfur. The presence of nitrogen makes protein different from carbohydrates and fats. കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഫാറ്റിൽ നിന്നും നമ്മുടെ പ്രോട്ടീനെ വ്യത്യസ്തമാക്കുന്നത് പ്രോട്ടീനകത്ത് ആരുണ്ട്, നൈട്രജൻ ഉണ്ട്. ഓക്കെ, there are 20 amino acids in proteins. പ്രോട്ടീനകത്ത് 20 amino acids ഉണ്ട്. They are grouped into essential amino acids and non-essential amino acids based on their biological importance. അപ്പോൾ രണ്ട് ടൈപ്സ് ഉണ്ട്, amino acids, essential and non-essential. 9 of the amino acids are termed as essential amino acid as they have to be supplied through food every day. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നറിയപ്പെടുന്നുണ്ട്. കാരണം നമ്മുടെ ഫുഡിൽ കൂടെ നമുക്ക് എല്ലാ ദിവസവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട അമിനോ ആസിഡ്സ് ആണ്. 11 of the amino acids are known as non-essential amino acids as they can be synthesized by the body itself. 11 നോൺ എസെൻഷ്യൽ ആണ്, കാരണം നമ്മുടെ ബോഡി എന്താണ് അതിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള അതിൻ്റെ ആവശ്യകത ഇല്ല. ഓക്കെ, ദെൻ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയെന്ന് പറയാം. ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മിഥയോൺ, ഫിനൈൽ അലാനിൻ, ത്രിയോനൈൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ഇതാണ് ഈ 9. ഓക്കെ, ഭയങ്കര പാടില്ല, എന്നാലും പാടാണ്, പക്ഷെ അത്യാവശ്യം എന്തായാലും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ. എളുപ്പമുണ്ട്, ലൂസായ ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത് അല്ലേ. ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ ഉണ്ട്, മിഥയോൺ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ, വാലിൻ. ഓക്കെ, ഇനി നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അളക്കുന്ന ഐറ്റംസ് എല്ലാം വരുന്നത് അലാനൈൻ, ആർജിനിൻ, അസ്പാർജൈൻ, അസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടമൈൻ, ഗ്ലൈസിൻ, പ്രൊലീൻ, സെറീൻ, തൈറോസിൻ. എല്ലാം കുറെ സീനുകളാണല്ലേ. എന്തായാലും അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം പഠിക്കാം. അപ്പോൾ എളുപ്പമുള്ളത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ അതൊന്ന് പഠിച്ച് വയ്ക്കുക. ബാക്കിയെല്ലാം നോൺ എസെൻഷ്യൽ ആണ്. അപ്പം എസെൻഷ്യൽ എന്തായാലും പഠിക്കുക. ഓക്കെ, അസ്പാർട്ടിക് ആസിഡ് എയിൽ കുറേ പേര് വരുന്നുണ്ട്. ഈ എ വരുന്നതെല്ലാം നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അത്രയും നമുക്ക് ഓർത്തിരിക്കുക, ഒരു എളുപ്പമുണ്ട്. അലനൈൻ, ആർജിനിൻ, അസ്പാർജൈൻ, അസ്പാർട്ടിക് ആസിഡ്. സോ ഇതെല്ലാം എന്താണ്, നോൺ എസെൻഷ്യൽ ആണ്. അതുപോലെ ഗ്ലൂട്ടാമിക് ആസിഡ്,
ഗ്ലൂട്ടമൈൻ, ഇതൊക്കെ എന്താണ്, നോൺ എസെൻഷ്യൽ ആണ്. ഓക്കെ, അത്രയും ഒന്ന് ഓർത്തിരിക്കാം. പിന്നെ എന്താണ്, ഐസൊലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തയോൺ, ഹിസ്റ്റിഡിൻ, ഇതൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. ദെൻ ആർജിനിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോയിങ് ചിൽഡ്രൻ ആൻഡ് പേഷ്യൻസ് റിക്കവറിങ് ഫ്രം ഇഞ്ചുറി ഓർ സർജറി. ആർജിൻ എന്ന് പറഞ്ഞാൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ടാവും, കുട്ടികൾക്കാണ് ആവശ്യം, അല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസ് റിക്കവറിങ് ഫ്രം ഇഞ്ചുറി ഓർ സർജറി അങ്ങനെയുള്ളവർക്കാണ് ആർജിനിന്റെ ആവശ്യം ഉള്ളത്. ദെൻ നമുക്കിനി പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. Based on the proportion of amino acids, the proteins are classified into complete proteins, partially complete proteins, and incomplete proteins. പ്രോട്ടീൻ 3 ടൈപ്പ് ഉണ്ട് അല്ലേ, 3 തരം ആൾക്കാരുണ്ട് പ്രോട്ടീനകത്ത്. ആരൊക്കെയാണ്? കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ, 2 കാറ്റഗറി. പിന്നെ 2 നടുക്ക് വരുന്ന ഒരു കാറ്റഗറി പാർഷ്യലി കംപ്ലീറ്റ് കാറ്റഗറി. ഓക്കെ, a complete protein, okay, first class protein, അല്ലെങ്കിൽ high biological value, അപ്പോൾ ഫസ്റ്റ് ക്ലാസ് has a good proportion of essential amino acids to promote the normal growth rate and to maintain the body. Example, proteins in milk, fish, egg, etc. അതായത് നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ കാര്യങ്ങളുള്ള പ്രോട്ടീൻസ് അവ കംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മുട്ട, പാല്, മീൻ, ഇതൊക്കെ കംപ്ലീറ്റ് പ്രോട്ടീൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ദെൻ പാർഷ്യലി കംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടീൻ ഓഫ് ലോവർ ബയോളജിക്കൽ വാല്യൂ കുറച്ച് കുറവാണ്, ലാക്ക് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സം എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ദീസ് പ്രോട്ടീൻസ് ക്യാൻ മെയിൻറ്റെയിൻ ലൈഫ്. എക്സാമ്പിൾ, പ്ലാന്റ് പ്രോട്ടീൻസ് ലൈക്ക് ദാൽ, സിറിയൽസ്. അതായത് പാർഷ്യലി കംപ്ലീറ്റ് ആണ്. അതെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദാല്, സിറിയൽസ് എല്ലാം അടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ മുട്ടയൊക്കെയാണെങ്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്, എല്ലാ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്, എസെൻഷ്യൽ ആയിട്ടുള്ള. ദെൻ ഇപ്പൊ ഇതിനകത്ത് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ പാർഷ്യലി ആകുമ്പോൾ കുറച്ച് ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട്. ദെൻ ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ലാക്ക് ഓൺ ഓർ മോർ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആൻഡ് കനോട്ട് ഈവൻ മെയിൻറ്റെയിൻ ലൈഫ്. എക്സാമ്പിൾ, ജെലാറ്റിൻ ആൻഡ് സീനോഫോൺ. അതായത് ഇത് പാർഷ്യലി കംപ്ലീറ്റ് ആകുമ്പം നമ്മുടെ ലൈഫ് എന്താണ്, കുറച്ചൊക്കെ എന്താണ്, ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മറ്റേത് നമ്മുടെ ലൈഫിന് ഗ്രോത്ത് ഉണ്ടാവും. കംപ്ലീറ്റ് പ്രോട്ടീൻ ആണെങ്കിൽ പാർഷ്യലി കംപ്ലീറ്റ് ആകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടും. ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നുമേ തന്നെ ഇല്ല അല്ലേ, ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഇല്ല. അത് ജെലാറ്റിൻ അല്ലെങ്കിൽ സീനോഫോൺ അതിന് എക്സാമ്പിൾ ആണ്. നമുക്ക് പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് നോക്കാം. പ്രോട്ടീൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ബോഡി അല്ലെ, നമ്മുടെ ബോഡിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആരാണ്? പ്രോട്ടീൻ ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ ഈസ് ടു സപ്ലൈ അമിനോ ആസിഡ്സ് ടു ദ സെൽസ് ഫോർ ദ കണ്ടിന്യൂസ് റീപ്ലേസ്മെന്റ് ത്രൂ ഔട്ട് ലൈഫ്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്, നമ്മുടെ സെല്ലിൻ്റെ അല്ലെങ്കിൽ എന്താണ് സെൽസിന് എന്താണ് കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അമിനോ ആസിഡ്സിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. Protein with iron forms hemoglobin in the blood. Hemoglobin carries oxygen to the tissue and eliminates carbon dioxide from tissues. അപ്പോൾ പ്രോട്ടീൻ നല്ല പണിയുണ്ടല്ലേ നമ്മുടെ ബോഡിയിൽ. എന്താണ് പ്രോട്ടീൻ വിത്ത് അയൺ, പ്രോട്ടീൻ അയണുമായി ചേർന്നിട്ട് ആരുണ്ടാവുന്നു? ഹീമോഗ്ലോബിൻ, ബ്ലഡിൽ ഹീമോഗ്ലോബിൻ. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ നമ്മുടെ എല്ലാ സെല്ലിലോട്ടും എത്തിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിന് അതെന്ത് ചെയ്യുന്നു, തിരിച്ച് ടിഷ്യൂന്ന് കൊണ്ടുവരുന്നു. ഓക്കെ, ദെൻ പ്ലാസ്മ പ്രോട്ടീൻസ് ലൈക്ക് ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ റെഗുലേറ്റ്സ് ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസും ഓസ്മോട്ടിക് പ്രഷറും നിയന്ത്രിക്കാൻ വേണ്ടി ആര് സഹായിക്കുന്നു? പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ഗ്ലോബുലിനും ആൽബുമിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, then proteins supply raw materials to the body for the synthesis of enzymes like pepsin and trypsin. Protein supply എന്താണ്, ട്രിപ്സിനും പെപ്സിനും ഒക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ സപ്ലൈ എന്താണ് ബോഡിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോർമോൺസ് ലൈക്ക് ഇൻസുലിൻ, തൈറോക്സിൻ ആർ പ്രോട്ടീൻസ് അല്ലേ. അപ്പം നമ്മൾ ഈ ഹോർമോൺ എന്ന് പറയുന്ന ഇൻസുലിനും തൈറോക്സിനും ഒക്കെ ആരാണ്? പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക അല്ലേ. നമുക്കറിയാം ഡയബറ്റിക്സ് അസുഖമുള്ളവർ ഇൻസുലിൻ എന്താണ് ഇൻജക്ഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് കേട്ടോ.
Then digestive juices and antibodies are protein in nature. When diet is insufficient in carbohydrate and fats for poor, proteins are used to give energy for the body. അപ്പം നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും ഒക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് പ്രോട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രോട്ടീൻ പ്രൊവൈഡ് 5.56 കിലോ കലോറി ഓഫ് എനർജി. പ്രോട്ടീൻ 5.5 കലോറി നമുക്ക് എനർജി തരുന്നുണ്ട്. ആക്റ്റിൻ ആൻഡ് മയോസിൻ ആർ കോൺട്രാക്ടൈൽ പ്രോട്ടീൻ ഓഫ് മസിൽ. അപ്പം നമ്മുടെ മസിലിനകത്തുള്ള പ്രോട്ടീൻസ് ആരാണ്? ആക്റ്റിനും മയോസിനും. അല്ലെ, ആക്റ്റിൻ എവിടെയാണ്? മസിൽസിലാണ്. ആക്റ്റിനും മയോസിനും. ഓക്കെ, ആക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പം എത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്? ആക്റ്റിൻ മയോസിൻ എവിടെയാണ്? മസിൽസിലുണ്ട്. ദെൻ ഇൻസുലിൻ തൈറോക്സിൻ എന്ത് ചെയ്യുന്നു? ഹോർമോൺസ് ആയിട്ടുള്ള ഇൻസുലിൻ തൈറോക്സിൻ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് പ്ലാസ്മ പ്രോട്ടീൻസ് ഗ്ലോബുലിൻ ആൽബുമിൻ ഉണ്ട്. ഓക്കെ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് പ്രോട്ടീൻ കിട്ടുന്നത്? സോഴ്സസ് നോക്കാം. മിൽക്ക് ഉണ്ട്, മീറ്റ് ഉണ്ട്, ഫിഷ്, പോൾട്രി, എഗ്. ഇതൊക്കെയാണ് എന്താണ് പ്രോട്ടീൻ്റെ ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സെറിയൽ ഗ്രെയിൻസ് ആൻഡ് പൾസസ് ആർ നോൺ ആസ് സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻസ്. അപ്പോൾ സെറിയൽസും ഗ്രെയിൻസും പൾസസും ഒക്കെ അറിയപ്പെടുന്നത് എന്താണ്? സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻസ് ആണല്ലേ. അപ്പോൾ സെക്കൻഡ് ക്ലാസ് മാർക്ക് SSLC വാങ്ങിയ ആരൊക്കെയാണ്? പൾസസ്, ഗ്രെയിൻസ്, സെറിയൽസ്. ഓക്കെ, ദെൻ പൾസസ് ആർ നോൺ ആസ് പുവർ മാൻസ് മീറ്റ് അല്ലെ. പൾസസ് ആണ് പുവർ മാൻ്റെ മീറ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? പൾസസ് ആണ്. ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ എയ്തർ സെറിയൽസ് ഓർ പൾസസ്, but mutual supplementation of cereals and pulses rectify this limitation. The lysine is an essential amino acid is seen in less in cereals, but lysine is more in pulses. Pulses are poor in methionine and essential amino acid. Rice is rich in methionine. അപ്പോൾ റൈസിനകത്ത് ആരുണ്ട്? മിഥിയോൺ അധികമുണ്ട്. ദ cereals ആൻഡ് പൾസസ് ഓർ cereals വിത്ത് ലിറ്റിൽ animal food can mutually supplement to the growth of the body. അപ്പോൾ cerealsഉം പൾസസും എന്താണ്? അനിമൽ ഫുഡുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡെഫിഷ്യൻസി, എഫക്റ്റ് ഓഫ് ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ്. നമ്മൾ പറഞ്ഞ ഈ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഈ രണ്ട് ബിരുദന്മാരുടെ കുറവുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ദ ലാക്ക് ഓഫ് ദി അബോവ് സെഡ് ടു മാക്രോ ന്യൂട്രിയൻസ്, namely carbohydrates and proteins together is responsible for the deficiency disease, namely protein energy malnutrition. ഓക്കെ, ഇത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്നറിയപ്പെടുന്ന അസുഖം. പ്രോട്ടീൻ ആണ് എടുത്ത് പറയുന്നതെങ്കിലും കാർബോഹൈഡ്രേറ്റിന്റെ കുറവ് കൊണ്ടും കൂടി എന്ത് ചെയ്യണം? ഈ സംഭവം പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ടാവാം. ഓക്കെ, the term protein energy malnutrition covers a wide spectrum of clinical stages ranging from the severe forms like kwashiorkor and marasmus to the milder forms in which the main detectable manifestation is growth retardation. അപ്പം ഈ ഒരു PEMന്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ക്വാഷിയോർക്കർ, മരാസ്മസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് റിട്ടാർഡേഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഈസ് ഡ്യൂ ടു ദ ഫുഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഇൻടേക്ക് ആൻഡ് ദി റിക്വയർമെന്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ബോഡിക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് ഉണ്ടാവും. ആ റിക്വയർമെന്റിനും അതുപോലെ ഇൻടേക്കും തമ്മിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉടലെടുക്കുന്നത്. There are 3 clinical forms of acute protein energy malnutrition. മൂന്നെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ക്വാഷിയോർക്കർ, മരാസ്മസ്, മരാസ്മിക് ക്വാഷിയോർക്കർ. ഓക്കെ, the term kwashiorkor was first introduced by Cecily Williams in 1935. This is the local name used by the Ga tribe in Accra, West Africa, and means disease of the displaced ചൈൽഡ്. അപ്പം ഈ ക്വാഷിയോർക്കറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓഫ് ദി
ഡിസ്പ്ലേസ്ഡ് ചൈൽഡ് എന്നുള്ളതാണ്. ഓക്കെ, kwashiorkor is one of the serious forms of protein energy malnutrition. It is seen most frequently in children of 1 to 3 years of age, but it may occur at any age. It is found in children who have a diet that is usually insufficient in energy and protein and often in other nutrients. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി ഉള്ളവരിലാണ് kwashiorkor കാണപ്പെടുന്നത്. ഏത് പ്രായത്തിലും വരാം. 1 മുതൽ 3 വയസ്സ് വരെയാണ് കൂടുതലെങ്കിലും ഏത് പ്രായത്തിലും ഇത് വരാം. ഓക്കെ, ഇനി ഇതിന്റെ സിംറ്റംസ് നല്ലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ടോ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ലോ ബോഡി വെയിറ്റ്,